പതിവ് പോലെ എനിക്ക് അന്നും ട്രെയിൻ മിസ്സായി. സ്റ്റേഷനിൽ ജസ്റ്റ് ഒരു മിനിറ്റ് മുന്നേ വന്നെങ്കിൽ ട്രെയിൻ കിട്ടിയേനെ എന്ന ടൈം ട്രാവൽ ചിന്തയും ഓർത്ത് ഞാൻ എൻ്റെ നടത്തം തുടർന്നു. ബസ് സ്റ്റോപ്പിലെത്തുന്നതിന് മുമ്പ് ബസ്സും മിസ്സായി. നിമിത്തം അല്ലാതെന്താ പറയുക. ഇനിയും വൈകിയാൽ താമസിക്കും എന്നുള്ളതുകൊണ്ടും 10 മണിക്ക് എത്തിയില്ലെങ്കിൽ ശമ്പളം പോകും എന്നുള്ളതുകൊണ്ടും കാലുകുത്താൻ പോലും ഇടമില്ലാത്ത ബസ്സിൽ എങ്ങനെയൊക്കെയോ ഞാൻ കുത്തിപ്പിടിച്ച് കയറി. പക്ഷേ ഒരു ട്വിസ്റ്റുണ്ട്. ബസ് ഒരല്പം അധികം കറങ്ങി വൈക്കം വഴിയാണ് പോകുന്നത്. ഹോട്ട് സീറ്റ് ഉള്ളതുകൊണ്ടും ഹെഡ്സെറ്റ് ഉള്ളതുകൊണ്ടും പാട്ട് കേട്ട് വിഷമിക്കാൻ നിരാശ കാമുക ഹൃദയമുള്ളതുകൊണ്ടും ബസ്സിൽ നിന്നിറങ്ങാൻ പോയില്ല. നന്നായൊന്ന് മയങ്ങി. മയക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ കേൾക്കുന്ന പാട്ട് കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. FM റേഡിയോന് വരെ നമ്മുടെ അവസ്ഥ മനസ്സിലായി. ഇന്ന് നിമിത്തത്തോട് നിമിത്തമാണല്ലോ എന്നോർത്ത് സ്വയമൊന്ന് പുച്ഛിച്ച് നേരെ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് വൈക്കത്തമ്പലത്തിൻ്റെ ഗോപുരം. നിമിത്തം കബാബ്. അല്ല, ആ പാട്ട് മുഴുവൻ പുള്ളിയെക്കുറിച്ചാണല്ലോ. എല്ലാം മായ തന്നെ, മായാലീല തന്നെ, അന്നദാന പ്രഭുവേ. നമ്മുടെ ഗ്രാൻഡ് ഫാദർ അത്ര റിച്ച് അല്ലാത്തതുകൊണ്ടും 5 കസിൻസ് ഇല്ലാത്തതുകൊണ്ടും കല്യാണക്കാര്യമായിരിക്കില്ല പുള്ളി ഉദ്ദേശിച്ചത്. അല്ലേ തന്നെ പണ്ടേ പുരോഗമനവാദിയും തൻ്റെ പാതിയെ തന്നേക്കാളും മുകളിൽ പ്രതിഷ്ഠിച്ച അങ്ങേര് ആ മനുഷ്യൻ ഒരു പിന്തിരിപ്പൻ നിലപാട് നിമിത്തമാക്കി കാണിച്ചു തരാനൊന്നും വഴിയില്ല. പിന്നെ ആവോ, ആ പാട്ടിൽ തന്നെ പറയുന്ന പോലെ കലികാലം തീരാൻ കല്യാണം വേണം, മലിവോടെ കനിയേണം നീയൻ ശംഭോ. ശിവശംഭോ 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 ശംഭോ, ശിവശംഭോ ശിവശംഭോ ശിവശംഭോ